രക്ഷയില്ല. ഭയങ്കര ഛർദി. അമ്മ എങ്ങനെ ഇതിലൂടെ കടന്നുപോയത്? സമ്മതിക്കണം. ഇപ്പോഴാ അമ്മയോട് എനിക്കൊരു ബഹുമാനം തോന്നി തുടങ്ങിയത്. നിക്കടി. നീ ശരിക്കും ഗർഭിണിയാണോ? അതെന്ത് ചോദ്യം അമ്മേ? ഏതെങ്കിലും പെൺകുട്ടി ഗർഭിണി അല്ലാതെ ഗർഭിണിയാണെന്ന് പറയോ? ഏതെങ്കിലും പെൺകുട്ടി പറയില്ല, പക്ഷേ നീ പറയും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും എങ്ങനെ സാധിക്കുന്നേ? മോളെ, നിന്റെ അഭിനയം ഒന്ന് നിർത്ത്. ഞാൻ നിന്റെ അമ്മയാ. നിന്റെ എല്ലാ നമ്പറുകളും ഞാൻ കണ്ടിട്ടുണ്ട്. സഞ്ജയുടെ കല്യാണം തീരുമാനിച്ച സമയത്ത് തന്നെ കൃത്യമായി നീ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. പിന്നെ മഹിമ നിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ദിവസം നീ മുങ്ങുകയും ചെയ്തു. കാരണം ആശുപത്രി പോയി ചെക്കപ്പ് നടത്തിയ ഗർഭിണിയല്ലെന്നുള്ള വിവരം പുറത്തു വരും. പിന്നെ ഗിരിയോ മഞ്ജു ഒന്നും ഈ കല്യാണം നടത്താൻ നിന്റെ കൂടെ നിൽക്കുകയില്ലായിരുന്നു. നീ വെറുതെ കിടന്ന് നാടകമൊന്നും കളിക്കാതെ സത്യം എന്താണെന്ന് പറ. ഈ സത്യം ഒരാളോടെങ്കിലും പറയാൻ പറ്റിയല്ലോ. ആശ്വാസമായി. അമ്മ സംശയിച്ചതുപോലെ തന്നെ ഞാൻ ഗർഭിണിയല്ല.